Hey friends, welcome back to iPod Smart Kitchen. So ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉഴുന്ന് വടയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഞാൻ ഇവിടെ എൻ്റെതായ ചില രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സോ ഞാൻ നേരത്തെ തന്നെ ഇവിടെ 1 കപ്പ് ഉഴുന്ന് പരിപ്പ് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതാ വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലെൻഡറിലിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം ചേർക്കാതിരിക്കണം, കാരണം നമുക്ക് ബാറ്റർ തിക്കായിട്ടാണ് വേണ്ടത്. ഇതിപ്പോൾ നല്ലോണം ഗ്രൈൻഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഉഴുന്ന് പരിപ്പും തൈരും ഇട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. സോ ഇതാ ഇപ്പം നമ്മളുടെ മിക്സ് നല്ലോണം ഗ്രൈൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ നമ്മളൊരു 5 to 6 hours എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എത്ര നേരം വരെ ഫ്രിഡ്ജിലിരിക്കും അത്രയും നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായ വട ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ മിക്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഹോൾ പെപ്പർ, കുറച്ച് കൊറിയൻഡർ ലീവ്സ്, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് പീസസ്, 2 green chilli chopped, 1 teaspoon ginger chopped, കുറച്ച് കറി ലീവ്സ്. ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം. ഇനി കയ്യിലോട്ട് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വാട്ടർ തടവി മാവെടുത്ത് കയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത് നടുവിലൊരു ഹോൾ ചെയ്ത് എടുക്കണം. ഇനി ഇതിന് നമുക്ക് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഫ്ലെയിം കൂടിപ്പോയാൽ വട പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. അതുമല്ലാതെ ഉള്ളൊന്ന് വെന്ത് കിട്ടൂല. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് മാറ്റിയെടുക്കാം. നമുക്കിന് ബാക്കിയുള്ള മാവിൽ ഇതേപോലെ വട ചെയ്ത് എടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീട്ടിൽ ട്രൈ ചെയ്യണം. മറക്കാതെ ലൈക്കും ഷെയറും കമന്റ് ചെയ്യണം. താങ്ക് യു.